ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഫാമിലിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. എത്രയും വേഗം നമ്മളുടെ ടീമിലുള്ള ഇനിയും ആളുകള് എത്രയും വേഗം തന്നെ അവരെ എല്ലാവരെയും മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. കാരണം ഇന്നത്തെ ഫാമിലി മീറ്റ് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. നമ്മളുടെ ഈ ഒരു കണ്ട ഒരു ആളുകൾ കയറുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാണ്. കാരണം ഒരു ബിസിനസ്സിൽ നമ്മൾ വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ ക്യാം ഓൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, അല്ലെ? പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. പക്ഷെ ഈ ഒരു മീറ്റിംഗിൽ ഞാൻ എന്നും ശ്രദ്ധിക്കാറുള്ള ഒരു വ്യക്തിയാണ് പ്രഭാകരൻ ചേട്ടൻ. അദ്ദേഹം ഇത് ആ ഒരു സോങ്, നമ്മളുടെ ഈ ഒരു വിന്നിംഗ് ടീമിന്റെ സോങ് ഇട്ടപ്പോൾ ആ സോങ്ങിനോടൊപ്പം ആ സോങ് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അതായത് ആ ഒരു ബിസിനസ് അത്രമാത്രം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വേണം വിശ്വസിക്കാനായിട്ട്. തീർച്ചയായിട്ടും അതൊരു ഞാൻ ആളിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു തമാശ പോലെ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് വളരെ സന്തോഷമായി അദ്ദേഹം ആ ഒരു സോങ് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ. ഓക്കെ, എല്ലാ ദിവസവും അദ്ദേഹം ഈ ഒരു ക്യാം ഓൺ ചെയ്തിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ആരുടെ ടീമാണ് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു ബിസിനസ്, കാരണം നമ്മൾ ഈ ഒരു ക്യാം ഓൺ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ലീഡേഴ്സ്, ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് ഈ ഒരു മീറ്റിംഗിലുണ്ട്, അല്ലെ? അപ്പോ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ എത്രമാത്രം ഈ ഒരു ബിസിനസ്സിൽ കമ്മിറ്റഡ് ആണ് എന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ക്യാം ഓൺ ചെയ്തിരിക്കുക. അത് നിങ്ങളുടെ ഈ ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് നേടിയെടുക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ലീഡേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. നമ്മളുടെ അച്ചീവേഴ്സ് മീറ്റ് ആണ്. മുമ്പൊക്കെ നമ്മൾ 2 മാസങ്ങളിലും അല്ലെങ്കിൽ 3 മാസങ്ങളിലൊക്കെ കൂടിയിട്ടാണ് ഒരു അച്ചീവേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു കുറച്ച് അച്ചീവേഴ്സിനെ കൂട്ടിയിട്ട് നമുക്കൊരു സെഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ജ്യോതിഷ് കുമാർ സാർ വന്നു, മനോജ് സാർ വന്നു. ഒരുപാട് നമ്മളുടെ ടീമിൽ ഒരുപാട് പിൻ ലെവൽസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പൊ എല്ലാ ആഴ്ചകളിലും നമ്മളുടെ ഈ ഒരു ഫാമിലി മീറ്റ് എന്ന് പറയുന്നത് ഒരു അച്ചീവേഴ്സ് മീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ടീമിന്റെ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ആണ് അവിടെ കാണിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും നമ്മളുടെ ഓർഗനൈസേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, വിന്നിംഗ് ടീമിലെ ഏറ്റവും ശ്രദ്ധ നേടുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷനിലേക്കാണ്. എങ്ങനെയാണ് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹയർ ഇൻകം ലെവലിലേക്ക് പോകുന്നത്, ഈ സൂം വഴി എങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി അധികം പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എനിവേ, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് അച്ചീവേഴ്സ് മീറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു മാഡത്തിനെയാണ് ഈ ഒരു സെഷനിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. എന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നോ? എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുഷിതയാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിൽ സിൽവർ ഡയറക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നസീറ മാമിനെയാണ്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള നസീറ മാം. എന്നെ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് സൂമിലൂടെ കണക്ട് ആയി, അവരുടെ കസിൻ സിസ്റ്റർ വഴിയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആയത്. വളരെ കുറച്ച് നാളായിട്ടുള്ള ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട്, എന്നാലും നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലെ 8%, 12%, അതൊക്കെ നമ്മളുടെ ഒരു അച്ചീവ് ചെയ്യുന്ന ഓരോ പിൻ ലെവൽസ് ആണ്, അല്ലെ? അപ്പൊ അതിൽ 12% എന്ന തന്റെ സെക്കൻഡ് സ്റ്റെപ്പിംഗ് സ്റ്റോണിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്ന നസീറ മാമിനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും നമ്മളോട് എല്ലാം സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം നസീറ മാം ഫ്രം ആലപ്പുഴ. വളരെ താങ്ക് യു സുഷിത മാം, നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എന്നാലും ഞാൻ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നസീറ. എൻ്റെ സ്വദേശം ഹരിപ്പാടാണ്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ഈ ബിസിനസിനെ കുറിച്ച് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഏക സഹോദരിയായ ജാസ്മിയാണ്. ഇപ്പം പുള്ളിക്കാരി ഇപ്പം ബ്രോൺസ് ഡയറക്ടർ പദവിയിൽ എത്തിയിട്ടുണ്ട്. ഒരു വലിയ സംഭവമാണ്. പിന്നെ എൻ്റെ ഷാജി സാറ്, ശ്രീജ മാം, മെന്റർ ഷാജി സാറാണ്. ഷാജി സാറിന്റെയും ശ്രീജ മാഡത്തിന്റെ ഒക്കെ സപ്പോർട്ട് കൂടിയാണ് ഇതെനിക്ക് എന്താണെന്ന് മനസ്സിലായതും. അതിലുപരി എന്റെ സിസ്റ്റർ ഒറ്റ ഒരു ഇതാണ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഓരോ കാര്യങ്ങളും. ഞങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെയ്യാറ്.
പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഭാവിയിൽ ഞങ്ങൾക്ക് ഒരു വ്യത്യാസം വന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി സിസ്റ്റർക്ക് കിട്ടിയ സമയത്ത് ഫസ്റ്റ് അറിയിക്കുന്നത് എന്നെയായിരുന്നു. അപ്പം എനിക്ക് കുറെ നെഗറ്റീവ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് ആദ്യമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പല പല ഓൺലൈൻ ബിസിനസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലായ ആ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ ഇരിക്കുവാണ്. അങ്ങനെ എന്നെ ഇതിലോട്ട് കൊണ്ടുവരാൻ പുള്ളിക്കാരി നല്ല രീതിയിൽ പണിപ്പെട്ടെന്ന് വേണം പറയാന്. ആദ്യമൊക്കെ ഞാൻ കുറെ നെഗറ്റീവ് പറഞ്ഞു, ഞാൻ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. സത്യത്തിൽ പിന്നീട് ഞാൻ ആലോചിച്ച്, ഞാൻ വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ പൊതുവെ പുള്ളിക്കാരി ചെയ്യാറില്ല. പക്ഷെ അത് അത്രത്തോളം ഈ വെസ്റ്റീജ് എന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിൽ ആ ഒരു കമ്പനിയെ കുറിച്ച് ആളിന്റെ ഉള്ളിൽ അങ്ങ് കയറിയിട്ടായിരിക്കണം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് വിട്ട് നിൽക്കൂല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞിട്ടും ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ഫുള്ള് നെഗറ്റീവ്, ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഓർക്കുമ്പോ ഇപ്പൊ സത്യത്തിൽ എനിക്ക് തന്നെ വിഷമം തോന്നും. പക്ഷെ ഇപ്പൊ കുറ്റബോധം എനിക്കാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ അന്നേ ഞാനത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ലെവലൊന്നും അല്ല രണ്ടുപേർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലും വലിയ ലെവൽ ചെയ്യാൻ പറ്റുമായിരുന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ട്. എന്നിട്ടും എനിക്ക് പിന്നെ ഞാൻ ഇതിലോട്ട് വന്നത് സിസ്റ്റർ ആണെങ്കിൽ പോലും പറഞ്ഞു തന്ന ആ ഒരു വാക്കിന്റെ പുറത്തല്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് ഒരാളിന്റെ അടുത്ത് ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ എനിക്ക് നെഗറ്റീവ് പറഞ്ഞാൽ എനിക്ക് വിഷമം വരാറില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവ് മാത്രം പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഇതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുന്നതിലുപരി നെഗറ്റീവ് മാത്രം പറഞ്ഞെങ്കിലും അപ്പൊ ചോദിക്കും ഞാൻ എങ്ങനെ ഇതിലോട്ട് വന്നു എന്ന്. നമ്മുടെ സത്യം വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി സ്വയം ഉപയോഗിച്ച് എന്റെ ഫാമിലിയിൽ സപ്ലിമെന്റ്സുകൾ ഒക്കെ ഉപയോഗിച്ച് എനിക്ക് സ്വയം ബോധ്യപ്പെട്ട്, നമ്മളല്ലേ കേട്ടറിയുന്നതിനെക്കാട്ടി നമുക്ക് അനുഭവത്തിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടറിയണം. ആ ഒരു അനുഭവത്തിലൂടെ വന്നാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ കാരണമായത്. അപ്പം പുള്ളിക്കാരി എന്നെ ആദ്യം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ഞാൻ എല്ലാം അവോയ്ഡ് ചെയ്തു. പക്ഷെ എന്റെ ഹസ്ബൻഡിന് ഇതുപോലെ ജോലി സംബന്ധമായിട്ട് നിന്ന് കൂടുതൽ സമയം നിൽക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പം ഈ വെരിക്കോസിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആളിന്. അപ്പൊ ഈ വെരിക്കോസ് ബുദ്ധിമുട്ട് കൂടിയപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മരുന്നുകൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ആളുകളല്ലേ. വെരിക്കോസിന് ആയുർവേദം പറയും, അലോപ്പതി പറയും, പല ഹോമിയോ ചെയ്യാം, അങ്ങനെ ചെയ്യാം, തടകലും അതും ഇത് ഓപ്പറേഷനും അങ്ങനെയൊക്കെ പറയും. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ എന്നെ വിശ്വസിക്ക്, ഞാൻ തരുന്ന ആ ഒരു സപ്ലിമെന്റ് ആണ്, മെഡിസിൻ അല്ല, ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് മാത്രം പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒക്കെ ഈ ഓൺലൈൻ ബിസിനസിന്റെ ഒക്കെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കുറേ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലേ, ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ റേറ്റ് കാര്യങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കൂ, എന്നെ വിശ്വസിക്കുമെന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് എന്റെ ഹസ്ബൻഡിനാണ്. ഇപ്പൊ ഇന്ന് എന്നാ ഞാൻ ഈ 12ാം ലെവല് 2 മാസേ ആയിട്ടുള്ളൂ. എനിക്ക് 12ാം ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. കാരണം വെച്ചാൽ ഇതിന്റെ റിസൾട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ട് മാറിയത് അദ്ദേഹത്തിന് കൊണ്ട് അത്രയും അതിലൊരു വിശ്വാസം വന്നു. പിന്നെ അതിലുപരി ഓരോ പ്രോഡക്റ്റ് ഞാനിപ്പം വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്തതായിട്ട് ഒരു 80% എന്റെ ഫാമിലിയിൽ തന്നെ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് പിന്നെ അതുപോലെ തന്നെ എന്റെ ഇളയ മോള്, എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പം മൂന്നാമത്തെ മോള് ആള് ഒരു പ്രതിരോധ ശേഷി ഇല്ലാത്തൊരു വ്യക്തി എന്നാണ് പറയാന്. ചെറുതിലെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുള്ള മോളായിരുന്നു. തീരെ വണ്ണക്കുറവ്, നമ്മുടെ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ അല്ലേ, വെയിറ്റ് കുറവ്, ഒരു മഴ പെയ്താൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അന്തരീക്ഷം പറയുമ്പോൾ നമ്മളിപ്പോ ആലപ്പുഴ എന്ന് പറയുമ്പം കായലും കടലിന്റെയും കൂടെ ഒക്കെ ഇടയ്ക്കുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ താമസിക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു അന്തരീക്ഷത്തിൽ ഒരു സാഹചര്യം മാറുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് അത് പ്രതിരോധിക്കാനുള്ള കഴിവ് കാണത്തില്ല. സത്യം പറയാം ഞങ്ങളുടെ അയൽവാസികൾക്കിടയിലൊക്കെ നല്ല ഒരു ഓമനത്തുള്ള ആളാ എന്റെ മോള്. അപ്പം പൊതുവേ ഇവള് ഒരു ദിവസം സ്കൂളിൽ പോയാൽ പിറ്റേന്ന് അങ്ങനെ പോകില്ല. ആ പനി ചുമ ഇതായിട്ടായിരിക്കും ആള് വരാറ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആളുകൾ പറയും ബ്ലോക്ക് വഴി എന്ന് പറയും തമാശക്ക്. എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിന് പ്രതിരോധിക്കാനുള്ള കഴിവ് അവക്കില്ല. പക്ഷെ എനിക്ക് അതില് ഇപ്പം ഒരു 6 മാസം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടാത്ത ഒരു സാഹചര്യത്തില് എന്റെ വീട്ടില് ഞങ്ങൾ 7 അംഗങ്ങൾ അടങ്ങുന്ന വീടാണ് എന്റേത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചത് തികച്ചും വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ് ആണ്. ഈ സപ്ലിമെന്റ് ഉപയോഗിച്ചതിലൂടെയാണ്. അപ്പൊ ഇതിലുള്ള അപ്പൊ ചോദിക്കുക ഏത് പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയാം. തുളസി ഡ്രോപ്സ്, അതായത് നമ്മുടെ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാൻ ഷാജി സാർ എപ്പോഴും ക്ലാസ്സിൽ പറയും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള റേറ്റ് നോക്കണ്ട, ഹോസ്പിറ്റലിൽ പോകാനുള്ള നമ്മുടെ ഓട്ടോ കാശായിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി. 170 163 രൂപയൊക്കെ അതിന് മാത്രമേ കാണുള്ളൂ. ആ ഒരു പഞ്ചതുളസി എന്ന് പറയുന്ന ആ ഒരു സപ്ലിമെന്റ്, ആ ഒരു ഡ്രോപ്സ്, അതിന്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളവർ ഉപയോഗിച്ച് തന്നെ അനുഭവത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സപ്ലിമെന്റ് ഉപയോഗിച്ച് അപ്പൊ ഞാൻ കൂടുതൽ
വെസ്റ്റീജിലോട്ട് ആകർഷകയാകുവാണ് ഞാൻ. സത്യത്തിൽ ഈ പ്രോഡക്റ്റ് ആണ് എന്നെ ഇതിലോട്ട് കൂടുതൽ നയിച്ചെന്നാണ് എന്റെ സിസ്റ്റർ വാക്കിലുപരി. പിന്നെ ഞാൻ നെഗറ്റീവ്, ഞാൻ ഈ റൈസ് ബ്രാൻഡ് ഓയിലിനെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നെഗറ്റീവ് പറയും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ഫുള്ള് നെഗറ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞു അവസാനം പുള്ളിക്കാരി കുഴഞ്ഞ അവസ്ഥയാണ്. പക്ഷെ ഞാൻ ഇതിലോട്ട് തിരിയാൻ തന്നെ കാരണമായത് ഈ സപ്ലിമെന്റിന്റെ ക്വാളിറ്റിയാണ്. അത് ഓരോന്ന് ഉപയോഗിച്ച് എന്റെ ജീവിതത്തിൽ അത് അനുഭവം എന്ന് വെച്ചാൽ, ഒരു വീട്ടിലൊരു കുഞ്ഞിനോ ഹസ്ബൻഡിനോ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്നവർക്കോ ഒക്കെ ബുദ്ധിമുട്ട് വന്നാൽ ആ വീട്ടമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നാറല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ അത്രയും കാര്യമാക്കാറില്ല, പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു വിഷമം തന്നെ ആയിരിക്കും. അപ്പൊ എന്റെ ഇത്രയും വിഷമങ്ങൾക്കൊക്കെ പരിഹാരം തന്നത് വെസ്റ്റീജ് ആണ്. പിന്നെ നമുക്ക് ജീവിതത്തിൽ സത്യം സ്വപ്നം കാണാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമുക്ക് എവിടേക്കോ എത്തിച്ചേരാൻ പറ്റും എന്നൊക്കെ ഉള്ള ആ ഒരു അനുഭവം വെസ്റ്റീജിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. അത് അറിയാത്തവര് നെഗറ്റീവ് പറയും. അതുകൊണ്ട് പുതിയ ആൾക്കാർ ചിലപ്പോ ഈ ഒരു ഇതിൽ കാണുമായിരിക്കും. പക്ഷെ അവരോടും ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മള് വെസ്റ്റീജിനെ കുറിച്ച് പറയാതെ അറിയാതെ നമ്മൾ നെഗറ്റീവ് പറയും. പക്ഷെ നമ്മൾ ഒരാൾ പറയുമ്പം, എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, തീർത്തും നമ്മൾ ഒരു കാര്യത്തിനെ വിലയിരുത്താതിരിക്കുക. നമ്മൾ ഏതൊരു കാര്യവും ഒരു പ്രാവശ്യം ഒന്ന് അറിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അത് എന്റെ അനുഭവം കൊണ്ട് പറയുവാണ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ വ്യക്തി ഞാൻ ആയതുകൊണ്ട്. ഇന്ന് ഒരാൾ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ മോദി കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലത്തെ കഥകൾ ഞാൻ മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട്. മോദി കെയറിൽ വർക്ക് ചെയ്തോ, 60,000 രൂപയുടെ പ്രോഡക്റ്റ് അവർ എന്നെ കൊണ്ട് ആദ്യം വാങ്ങിപ്പിച്ചു, നമുക്ക് അതിലൊന്നും ഒരു ലീഡർഷിപ്പ് ഇല്ല. എന്റെ കൂടെ ഉള്ള ആളുകളാണെങ്കിൽ പോലും ഏതൊരു സമയത്തും ഏത് രാത്രിയാണെങ്കിലും വിളിച്ചാലും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരാനുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും നമുക്ക് ഒരു ഹായ് ഇട്ടാൽ പോലും നമുക്ക് എല്ലാവിധ സപ്പോർട്ടാ. ഷാജി സാറ്, ശ്രീജ മേഡം, വേറെ ഇതിനുള്ള ലീഡർമാരാണെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ ആ ഒരു രീതി തന്നെ ഞാനും തുടർന്നു പോകുന്നു. എന്റെ കൂടെ ആരാണോ എന്റെ വാക്കിന് വിശ്വസിച്ച് വന്നത്, അവരെ ഞാൻ അതുപോലെ ഉൾക്കൊണ്ട് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ഞാൻ കൊടുക്കും. കാരണം വെച്ചാൽ എനിക്ക് കിട്ടിയത് എന്താണോ ഞാൻ അത് എന്റെ പിന്നിലുള്ളവർക്കും ഞാൻ പകർന്നു കൊടുക്കാം. അങ്ങനെ തുടർന്ന് പോകുന്നു. എനിക്ക് വളരെയധികം സന്തോഷം. എനിക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനൊക്കെ ഒരു അവസരം തന്നത് ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും, നമ്മുടെയൊക്കെ വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ, അതൊക്കെ നമ്മളൊക്കെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരിക്കലും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് സംസാരിക്കാനൊക്കെ, നമ്മളൊക്കെ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് ആ ഒരു രീതിയിലൊക്കെ വരണമെങ്കിൽ തികച്ച് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും രീതിയിലൊക്കെ നമ്മളൊരു ക്വാളിഫൈഡ് ആയ ഒരു വ്യക്തിക്കായിരിക്കും ഇത്രയും വലിയൊരു പോസ്റ്റിലൊക്കെ സംസാരിക്കാനും എടുക്കാനും ഇത്രയും നമ്മളെ കേട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ, അപ്പൊ അത്രയും ഒരു സ്ഥാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ഇത്രയും വലിയൊരു ഇതിൽ സദസ്സിൽ സംസാരിക്കാനും, പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ സിസ്റ്ററോട് പറയണമെന്ന്, എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ സന്തോഷം കിട്ടിയ സമയത്ത് എനിക്ക് ഇതിൽ ചേരണം, എനിക്ക് ഇതിൽ ഐഡിയ എടുക്കണം എന്നൊക്കെ പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു ഇമേജ് താരണ്ടാന്ന് പറഞ്ഞ് ഞാൻ മിണ്ടിയില്ല. ഇത് എവിടം വരെ നോക്കാം. പക്ഷെ പുള്ളിക്കാരി ഒരു 12 ലെവലൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 12 ആകട്ടെ എന്ന് പറഞ്ഞു. ആ 12-ാം ലെവൽ ആയതിന്റെ അന്ന് എനിക്ക് വെസ്റ്റീജിൽ ജോയിൻ ചെയ്യാനുള്ള ഐഡിയ എടുത്തു. അതിൽ സന്തോഷം. അന്ന് ഞങ്ങൾ ചെറിയ സന്തോഷം പങ്കുവച്ചു. അപ്പൊ ഇന്ന് എന്റെ ഒരു തുടക്കമാണ്. ചേട്ടത്തി ഒരു ലെവൽ അച്ചീവ് ചെയ്തതിന്റെ അന്ന്, ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്തതിന്റെ അന്ന് ചെയ്യാൻ പറ്റിയ സന്തോഷം. പക്ഷെ യാദൃശികം എന്നോണം ഇപ്പം 2 ദിവസം മുമ്പ് 1-ാം തീയതിയുടെ ആള് ബ്രോൺസ് ആയി. ബ്രോൺസ് ആയതിന്റെ അന്ന് ഞങ്ങൾക്കൊരു ഷാജി സാർ ഒരു ഞായറാഴ്ച ഞങ്ങളുടെ ടീമിന് മാത്രം ഒരു മീറ്റിംഗ് ഞാനായിട്ട് പറഞ്ഞതാ, സാറേ എന്റെ പുതിയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയൂല, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, സാർ ഒന്ന് സഹകരിക്കണം. സാർ ഓൾ റെഡിയാണ് നസീറ, നമുക്ക് ചെയ്യാലോ, എന്ത് പറഞ്ഞാലും സാറ് റെഡിയാണ്, ഏത് സമയത്ത് പറഞ്ഞാലും ഓ റെഡിയാണ്. അങ്ങനെ സാറ്, ഞാൻ ക്ഷീണിച്ചു പോയി അല്ലെ ഇത്രയും സംസാരിച്ചു. പക്ഷെ ഈ ലാസ്റ്റ് മാസത്തിന്റെ അവസാന ഘട്ടമൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ടയേർഡായിരിക്കുന്ന ഒരു മാസമായിരിക്കും. ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെയൊക്കെ പോസ്റ്റ് ഇടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറേ ലെവൽ ചെയ്യുന്നതിന്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ട് അവർക്ക് കാണും. എന്നിട്ട് പോലും സാറ് പറഞ്ഞു, ഓ ഞാൻ റെഡിയാണ് നസീറ, എത്ര പേരുണ്ട് അത്രയും പേരൊന്ന് അറേഞ്ച് ചെയ്തോ. നമ്മൾ പറയുന്നതിനെക്കാട്ടി സാറിന്റെ വാക്കുകളായിരിക്കും കൂടുതൽ ഉൾക്കൊള്ളുന്നതെന്ന്. അപ്പൊ പരമാവധി ആളുകൾ നമ്മൾ സൂം മീറ്റിലോട്ട് കൊണ്ടുവരിക. പുതിയതായിട്ട് കേട്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇതെന്താണെന്ന് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈസയല്ല. നമ്മൾ ആദ്യം ഇതിൽ മനസ്സിലാക്കാൻ, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ പാഴാക്കി കളയുന്ന കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ് ആണ്,
നമ്മള് കുറച്ച് ക്ഷമയും നമ്മൾ സ്പെൻഡ് ചെയ്ത് പാഴാക്കി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പാഴാക്കി കളയുന്ന കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ ഒരു ക്ഷമ അല്പനേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തവർക്കായിരിക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പാഴായി പോകുന്നത്. അതൊരു വലിയ നഷ്ടം തന്നെ ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കുന്ന ഓരോ സമയവും നമ്മുടെ വിജയത്തിന്റെ ഓരോ പടികളായിരിക്കും. ഇത് ഒരിക്കലും നമുക്ക് പാഴായി പോകുന്ന ഒരു അവസരമേ അല്ല. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റീജ് എന്താണെന്ന് മനസ്സിലാക്കി ഇതിലൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരെന്താണോ നമ്മുടെ അപ്ലൈമാർ പറയുന്നത്, നമുക്ക് എന്താണോ അവർ മുൻകൂട്ടി ഇന്ന ഇന്ന വഴികളിലൂടെ പോയാൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യം വന്നിട്ട് എന്റെ കുറെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ പിടിച്ച് ആഡ് ചെയ്തു. പക്ഷെ എനിക്ക് അപ്പോഴും ഷായ് സാർ ക്ലാസ്സിൽ പറയും, നിസ്ര ഒരു കാരണവശാൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊന്നും പറയരുത്, നമുക്ക് പരാജയം, അവർ നെഗറ്റീവേ പറയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അവര് നെഗറ്റീവേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തരോട് ഒരു ഇഷ്ടമുണ്ട്. നമ്മൾ പോകുമ്പം നമുക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ അവരെയും കൂടെ കൊണ്ടുപോകണമല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയിൽ ഞാനും കൊണ്ടുവന്നു. പക്ഷെ സാർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി അക്ഷരം പ്രതി എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം ഫുള്ള് പുതിയ ആളുകളെ, എന്റെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെ ഒക്കെ കുറെ പേര് ആഡ് ചെയ്തു. അവരെല്ലാം സാറ് പറഞ്ഞതിൽ അക്ഷരം പ്രതി തെറ്റിച്ചില്ല. എന്തോ ഇല്ല, നമ്മൾ പണ്ട് പറയില്ലേ വൈദ്യം കൽപ്പിച്ചതും ആശാൻ നിശ്ചയിച്ചതും ഒക്കെ ഒന്നാണ്, അതേ അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്തു സാർ എന്ത് പറഞ്ഞു അതുപോലെ അതേ വഴിക്ക് അവരങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആളുകളോട് പറയുക. ഇപ്പം നെസ്ര 100 പേരോട് നമ്മൾ പറയുന്ന അതിലൊരു 99% ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ ഒരാൾ മതി നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരാൻ. അങ്ങനെ നമ്മുടെ ടീം വലുതാക്കുക. അങ്ങനെ നമുക്ക് ഈ ആദ്യം ആരാണോ വരുന്നത് അവർ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. നമ്മളൊരു അനുഭവമാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. ഒരു സോപ്പെങ്കിലും വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി സ്വയം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വിലയിരുത്തുക. നമ്മുടെ അനുഭവത്തിലൂടെ വരുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പാഠമാകുന്നത്. അത് പരമാവധി ഉപയോഗിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. സന്തോഷമാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ യാദൃശ്ചികം വന്നോണം ഞങ്ങള് ബ്രോൺസ് ആയതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം അപ്പം നമുക്കൊരു നഷ്ടമുണ്ട്. 25-ാം തീയതി ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവാർഡ് ഫംഗ്ഷന് പോയപ്പോ ആയില്ലല്ലോ ആ ഒരു സ്റ്റേജിൽ കയറാനൊരു അവസരം. എന്നാലും ഞങ്ങളുടെ ടീമിൽ നിന്ന് രാജസോപാനം സാറൊക്കെ കയറുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. സാറിന്റെയൊക്കെ ആ ഒരു നമ്മള് നേരി കാണുമ്പോൾ ഉള്ള ആ ഒരു നമ്മളോട് സംസാരിച്ചതും നമ്മൾ ഒരു കുടുംബത്തിൽ നിന്ന് പോയ ആളുകളൊക്കെ പോലത്തെ ഒരു സന്തോഷം. അപ്പൊ അന്ന് ഒരു നഷ്ടബോധം എന്ന് വേണം പറയാൻ. ഇത്തായിക്ക് അത് അവിടെ സ്റ്റേജിൽ കയറാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ മാസം തന്നെ ലാസ്റ്റ് ആള് ബ്രോൺസ് ആയി. ആ 5 മണി സമയത്ത് മീറ്റിങ്ങിനിടയ്ക്കാണ് സാറ് വിളിച്ചു പറയുന്നത്, ശ്രീജാമ മെസ്സേജ് ഇടുന്നത് നിസ്ര 12-ാം ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന്. അപ്പം അതിലുപരി മധുരമുള്ള സന്തോഷമാണ്. 12 ആയതിന്റെ അന്ന് എന്ന് വെച്ചാൽ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് സാറേ. ഞാൻ ഓരോ ദിവസവും എനിക്ക് വൈകി പോയല്ലോ എന്നുള്ള എന്റെ ആ ഒരു 6 മാസം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു നഷ്ടമാണ്. ആ 6 മാസം കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ 6 മാസത്തെ നഷ്ടം എനിക്ക് ഒരിക്കലും നികത്താൻ പറ്റൂല. അപ്പൊ എന്റെ സിസ്റ്റർ പറഞ്ഞ സമയത്ത് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ആ ഒരു സ്റ്റേജിൽ, ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആ ഒരു ഫംഗ്ഷൻ എനിക്ക് ഒരു ഭാഗമാവാൻ ചെന്ന് കാണാൻ പറ്റി. എങ്കിൽ പോലും ആ ഒരു സ്റ്റേജിൽ കയറാൻ ഒരുപക്ഷെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി കാണുമായിരിക്കും. ഞാൻ നിരസിച്ച ആ ഒരു സമയം അതൊരു വലിയ നഷ്ടമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പുതിയ ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ലൈഫ് തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ മുളയ്ക്കാൻ പറ്റിയ ഒരു അവസരമാണെന്ന് വെച്ചാൽ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ കാണുന്നു. അപ്പൊ നമുക്ക് മാർഗം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഓർക്കോ എന്റെ ആഗ്രഹം ഒന്നും നടക്കാനില്ല, നമുക്ക് എങ്ങനെ നടക്കാനാണ് എന്നൊക്കെ ചിന്തിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമ്മുടെ ആരുടെയും സ്വപ്നം നടക്കും, അത് ഉറപ്പാണ്. നമുക്ക് നല്ല ഇതില് നമ്മുടെ അപ്ലൈമാരെ അനുസരിക്കാനുള്ള, അവര് പറയുന്നത് പിന്തുടരാനുള്ള ഒരു മനസ്സും, നമ്മൾ മറ്റൊരാൾ പറയുന്ന നെഗറ്റീവ് കേൾക്കാതെ ഉള്ളൊരു തീരുമാനവും കൂടെ നമ്മൾ ഉറപ്പായിട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഏത് ലെവൽ വരെ എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വിജയിക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യവും നമുക്ക് മനസ്സമാധാനം നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നെന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഒരു കടക്കാര് പരസ്യം കൊടുത്താൽ എല്ലാം ഒരു കുടക്കീഴിലും കറക്റ്റ് അത് വെസ്റ്റീജിന്റെ പേരിൽ പറയാം. എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ ഒരു കുടുംബത്തിന് കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ വെസ്റ്റീജ്. ഇതിൽ വന്ന പുതിയ ആൾക്കാരെല്ലാം ഈ ഒരു വാക്ക് വലിയ വിലയായിട്ട് നിങ്ങൾ കരുതണം. കാരണം എന്ന് വെച്ചാൽ നഷ്ടബോധം എന്ന് വെച്ചാൽ നെഗറ്റീവ് പറഞ്ഞതിലൂടെ വന്ന ഒരു രക്തസാക്ഷിയാണ് ഞാൻ. എന്റെ നഷ്ടപ്പെട്ട 6 മാസം എനിക്ക് വലിയ വിഷമമാണ്. എനിക്ക് ഒരു അവസരം തന്നെ നമ്മുടെ വെസ്റ്റീജിന്റെ ടീംസിനും എല്ലാവർക്കും വലിയ നന്ദി. എന്റെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും പോരായ്മക്കുറവ്, ഞാനൊരു പുതിയ ആളാണ്, എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പോലുള്ള കഴിവ് എനിക്കില്ല. എങ്കിൽ പോലും സംസാരത്തിൽ വന്ന ന്യൂനതകൾ എല്ലാവരും ക്ഷമിക്കണം.
വെസ്റ്റീജിൽ എല്ലാവർക്കും വലിയ വിജയങ്ങൾ, വലിയ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബം പോലെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് നസീറ മാം. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഹിയർ യു. വളരെ സന്തോഷം ഈ ഒരു വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയധികം സംസാരിക്കാനും, അത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു നഷ്ടബോധത്തിന്റെ ധീരരോദനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കവിവാക്യങ്ങളിലൂടെ പറയാം എന്ന് വിചാരിക്കുന്നു. കാരണം ആ ഒരു 6 മാസം നഷ്ടപ്പെടുത്തിയതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അത് അത്രയും മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, അതൊരു നഷ്ടമായിട്ട് കരുതണ്ട. ആ ഒരു നഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ഇത്രയും എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക്, മാമിന് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. ആ നഷ്ടബോധം അവിടെ കിടക്കെ തന്നെ നമ്മുടെ ആ മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ട് തന്നെ വലിയ വലിയ വിജയങ്ങൾ എത്രയും വേഗം ബ്രോൺസ് ഡയറക്ടർ എന്ന ഫസ്റ്റ് പിൻ ലെവൽ ക്വാളിഫൈ ചെയ്യാനും വലിയ വലിയ വിജയങ്ങളിലേക്ക് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ ഇന്ന് ആദ്യമായിട്ട് സെഷൻ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാം ആ ഒരു നെഗറ്റീവ്സ് ഒക്കെ അപ്പാടെ കഴുകി കളയുന്ന രീതിയിലേക്കാണ് മാം ഇന്ന് സംസാരിച്ചത്. വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിച്ചു. ഇനി കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടുമെന്ന് പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. എല്ലാ വിഷമങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാം ദൈവം ഈ ഒരു ബിസിനസ്സിലൂടെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് 10-20 മിനിറ്റോളം സംസാരിച്ചില്ല. ഞാൻ എപ്പോഴാണ് അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാന്നുള്ള ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് വേറൊരു സന്തോഷം കൂടി പറയട്ടെ. നമ്മളുടെ ഓർഗനൈസേഷന് കിട്ടിയിട്ടുള്ള ഒരു വണ്ടർഫുൾ ലീഡർ ആയിട്ട് കൂടെ മാമിനെ ഞങ്ങൾ കാണുകയാണ്. ഇനി വരുന്ന സെഷനുകളൊക്കെ വളരെ വണ്ടർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു മാമിനെ കൊണ്ടുവന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത വ്യക്തി നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും. വെസ്റ്റീജിന്റെ അവാർഡ് ഫംഗ്ഷൻ പങ്കെടുത്ത് നമ്മളുടെ മിറാക്കിൾ മോർണിംഗിന്റെ ഒരു സെഷനിൽ മനോജ് സാറിനെ പറയാൻ സമ്മതിക്കാതെ എനിക്ക് എന്തൊക്കെയോ ഇനിയും പറയാനുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ചോദ്യങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് ഒരുപാട് വാചാളിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ സെഷൻ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ജാസ്മി മാം നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലെ ഫസ്റ്റ് പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള ബ്രോൺസ് ഡയറക്ടർ എന്ന ബ്രാൻഡ് ന്യൂ ബ്രോൺസ് ഡയറക്ടർ ആയിട്ടുള്ള ജാസ്മി മാമിനെ ഫ്രം ആലപ്പുഴ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മാമിന്റെ എക്സ്പീരിയൻസ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം സാറിനൊക്കെ സമയമുണ്ടെങ്കിൽ സംസാരിക്കാൻ അവസരം തരുന്നതായിരിക്കും. മാമിനെ വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മാം, താങ്ക് യു സുഷിത മാം, എന്നെ നല്ല രീതിക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജാസ്മി, എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഞാൻ താമസിക്കുന്നത്. മാഡം പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. മനോജ് സാറിനെ പറയാൻ സമ്മതിക്കാതെ സംസാരിച്ച വ്യക്തിയാണ് ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത്. അനിയത്തി എന്നായിരുന്നു അതും സംസാരിച്ചത്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു നന്ദി പറയാനുള്ളത്, എന്നെ ഇതിലോട്ട് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്ത എന്റെ അപ്ലൈനായ ശ്രീജ മേഡവും, അതിന് എനിക്കിത് ഇത്രയും സപ്പോർട്ട് തന്ന് എന്നെ ഇവിടം വരെ നിർത്തിയ എന്റെ ഷാജി സാറിനുമാണ് ആദ്യം ഞാൻ നന്ദി പറഞ്ഞിട്ട് എന്നെ തുടങ്ങാം. ഇപ്പൊ ഞാൻ ആദ്യത്തെ പിൻ ലെവൽ അച്ചീവ് ചെയ്ത് ബ്രോൺസ് മിനിഞ്ഞാന്നാണ് ആയത്. അപ്പൊ അന്ന് അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ഒരു സന്തോഷമല്ല. ഞാൻ ബ്രോൺസ് ആയതോടുകൂടി എന്റെ അപ്ലൈൻ സിൽവറായി. എന്റെ അനിയത്തി ഇതിലോട്ട് വന്നിട്ട് 2.5 മാസം കൊണ്ട് 12% എന്റെ ഒരു അപ്പച്ചി ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, 8% അപ്പൊ ഒരു മധുരമല്ല, 2 3 4 മധുരം. അപ്പൊ എന്റെ ഈ 8 മാസത്തെ പ്രയത്നം വെറുതെ ആയില്ലെന്നുള്ളത് മിനിയാന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ഷാജി സാറിന്റെ അടുത്തും ശ്രീജ മേഡത്തിന്റെ അടുത്തുമാണ്. സാധാരണ ഞാൻ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഞാൻ ജോലിക്ക് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ മക്കളെ നോക്കുന്നതും ടൈമിന്റെ ബുദ്ധിമുട്ട് കാരണം ആ ജോലി നിർത്തി ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇതുപോലെ ഒരു ടൈമിൽ എനിക്ക് ഒരു ലിങ്ക് കിട്ടുന്നത്. ശ്രീജാമ്മയുടെ ഇങ്ങനെ ഒരു ലിങ്ക്, ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ലിങ്ക് എന്റെ കയ്യിൽ കിട്ടി. അപ്പൊ ഞാനൊരു ജോലിക്കായിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയല്ലേ വെറുതെ എന്ന് ഓർത്ത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാന്ന് പറഞ്ഞ് കയറിയതാണ്. കയറി ഫസ്റ്റ് ടൈമിൽ തന്നെ ഉച്ചക്കത്തെ സൂം മീറ്റ് എന്തുവാണെന്നോ, ഞാൻ സൂം മീറ്റ് ഒന്നും അറ്റൻഡ് ചെയ്ത ആളല്ല, എന്തുവാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ഇതിൽ കുറെ പേര് കേൾക്കുന്ന സത്യസന്ധമായിട്ട് ഞാൻ പറയണേ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഷാജി സാറിനെ മാത്രമേ കാണുന്നുള്ളൂ.
അപ്പൊ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം തോന്നി. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാന്ന് പറഞ്ഞപ്പോ അങ്ങനെ സാറ് പറഞ്ഞതിന്റെ അറിവിൽ തന്നെ കുറെ എനിക്കിപ്പൊ അത് ആലോചിക്കുമ്പോഴത്തേക്ക് ചിരിയൊക്കെ വരുന്നു. എന്തൊക്കെയോ കുറെ സംശയങ്ങൾ ഞാൻ അന്ന് ചോദിച്ചു. സാർ എല്ലാത്തിനും കറക്റ്റ് ആൻസർ തന്ന്. അപ്പൊ എനിക്കിതിൽ ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെ ഞാൻ വൈകിട്ട് 5 മണിക്കത്തെ മീറ്റിംഗ് കയറി, നൈറ്റിന് കയറി, പിറ്റേന്ന് രാവിലെ CEP മോർണിംഗ് ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ കോൺഫിഡൻസ് ഇരട്ടിയായി. അതായത് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇതിലോട്ട് വരുന്നത്. ഒരു താഴാൻ നിൽക്കുന്ന ഒരു കപ്പൽ എന്നൊക്കെ പറയാം. ആ ഒരു അവസ്ഥയിലാണ് എനിക്ക് ഇത് കിട്ടിയപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു വിശ്വാസങ്ങൾ കാണുമല്ലേ. അപ്പൊ ആ വിശ്വാസത്തിൽ നമ്മളെ കൈവിടാത്ത ആ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം നമുക്ക് ഒരു കച്ചിത്തുരും വിട്ടു എന്നുള്ള ഒരു ഇതില് ഞാൻ അതിൽ ഉറപ്പിച്ച് നിന്ന്. നമ്മൾ ആർക്കും ഒരു ഇത് ചെയ്യാത്തോണ്ട് എവിടെയോ ഒരു വെളിച്ചം എന്റെ മുമ്പിൽ എത്തിയെന്നുള്ള ആ ഒരു അത്രയും ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ അത് എടുത്ത് ഇത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് 4 നേരം വെച്ച് ഈ ക്ലാസ് 10-28 ദിവസം ഞാൻ ഐഡിയ എടുത്തെങ്കിലും ക്ലാസ് കേട്ട് എനിക്ക് ഇതിൽ കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ എനിക്ക് അങ്ങനെ വിശ്വാസക്കുറവുള്ളതും ഇങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ഓൺലൈനായിട്ട് ഒരു സാധനം തന്നെ പർച്ചേസ് ചെയ്യാൻ എനിക്ക് പേടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ഷോപ്പിൽ പോയി നേരിട്ട് തന്നെ വാങ്ങിക്കുന്ന ഒരാളാണ്. അന്നേരം ഈ ക്ലാസ്സുകൾ കൂടുതൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആത്മവിശ്വാസം കൂടിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ സുഖവും ദുഃഖവും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്റെ അനിയത്തിയാണ്. ഇപ്പൊ മുമ്പേ സംസാരിച്ച നസീറ, അവളുടെ അടുത്ത് തന്നെ ഞാൻ ആദ്യം ഇത് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഇത് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് അവൾക്കറിയാം ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നീ പെട്ട് നിൽക്കുന്നു, അതിന്റെ കൂടെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ചെയ്തോ, പക്ഷെ ഓൺലൈനിന്റെ ഇതല്ലേ, ഞാൻ വരത്തില്ല നിന്റെ കൂടെ എന്ന് വെച്ചാൽ വേറൊന്നും നീ വിചാരിക്കരുത്. അവൾ ഇങ്ങനെയാണെന്ന് എനിക്ക് തന്ന മറുപടിയാണ്. നീ വേറൊന്നും വിചാരിക്കരുത്, നീ വന്ന് കുഴി ചാടിപ്പോയാൽ ഞാനും കൂടെ ചാടിക്കഴിഞ്ഞാൽ നിന്നെ കരകയറ്റാൻ ആരുമില്ല. അതുകൊണ്ട് നീ വീണോ, ഞാൻ കരയിൽ നിൽക്കാം, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഴണ്ട, ഒരാളെങ്കിലും പിടിച്ചു കയറ്റാൻ വേണ്ടേ, പിന്നെ നല്ലതാണെങ്കിൽ ഞാൻ നിനക്ക് അതിന് വേണ്ട സപ്പോർട്ട് ചെയ്തു തരാമെന്ന് മാത്രമേ അവള് പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്നെ ഓർത്തോളണം, കട്ട നെഗറ്റീവാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പൊ ഒരു കടലിൽ കണ്ട ചാടാൻ പറഞ്ഞാൽ ചാടും, കേറാൻ പറഞ്ഞാൽ കേറുന്ന വ്യക്തിയാണ് എന്റെ അനിയത്തി. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ വെസ്റ്റീജ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് മനസ്സിലാക്കി തന്ന് അങ്ങനെ ചെയ്യുന്ന ആരും ഇല്ല. നമ്മൾ അങ്ങനെ വിശ്വസിച്ചായിട്ട് ആരും നിൽക്കരുത്. എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചേരത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ഞാനങ്ങ് ആദ്യം കേട്ടപ്പോ തന്നെ ഡൗൺ ആയി. പക്ഷെ എന്റെ ഉള്ളിൽ എന്റെ ആത്മവിശ്വാസം കൊണ്ട് ഞാൻ ഇത് ക്ലാസ് കേൾക്കും തോറും ഇതിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർ ആരെങ്കിലും ഇതിലിപ്പോ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ആരെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും ലിങ്ക് വഴി വല്ലോ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനപരമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈമെങ്കിലും, ഒരു ക്ഷമ ഒന്ന് കാണിച്ച് ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾ അത്രയും ഒരു മനസ്സ് കാണിക്കണം. ഇത് ആരുടെ മുമ്പിൽ വെറുതെ കൊണ്ട് തരുന്ന ഒരു കാര്യമല്ല. ഇത് ദൈവം രക്ഷപ്പെടാൻ വിധിച്ചവർക്ക് മാത്രം അവരെ കൈകളിലേ ഇത് എത്തത്തുള്ളൂ. ദൈവം ആരെയും കൈവിട്ടിട്ടില്ല. ഇത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളിപ്പം ആരെയും കുറ്റം പറയുന്നതല്ല, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് ചതിയും വഞ്ചനയും കാരണം മറ്റുള്ള ഇത് കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ തന്നെ 10-28 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താണ് വിശ്വസിച്ചത് തന്നെ. എന്ന് വെച്ചാൽ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇത് വിശ്വസിച്ച്, എനിക്ക് അറിയായിരുന്നു ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇത് കാണുമെന്നുള്ള. ഇപ്പൊ എന്റെ ആ ഒരു അവസ്ഥകേടിലാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ എനിക്കൊരു സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നിന്നെങ്കിൽ ഞാൻ സത്യമാണ് ഇത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ കണക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും അവർക്ക് അത്യാവശ്യം ജോലിയും ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ ഉടനെ അവര് ചാടിക്കേറി അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുക, ആ ഒരു മനോഭാവത്തിൽ ആരെയും സമീപിക്കരുത്. ആദ്യം നിങ്ങൾ ആര് വന്നാലും ഇത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ടൈമെങ്കിലും കൊടുക്കുക. ഈ സാറ് തരുന്ന ക്ലാസ്സും അത് കൂടാതെ നമ്മൾ യൂട്യൂബിൽ വേറെ റീൽസും കാര്യങ്ങളും കാണുന്ന ടൈമിന് നമ്മളെ വെസ്റ്റീജിന്റെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും അതിന്റെ ഉപയോഗക്രമങ്ങളെ കുറിച്ചും മറ്റുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കഴിവതും കണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡന്റ് ഉണ്ടാക്കി എടുക്കണം. പിന്നെ നമ്മളെ പ്രോഡക്റ്റിനെ വിശ്വസിക്കണം, കമ്പനിയെ വിശ്വസിക്കണം. ആ പ്രോഡക്റ്റിൽ ഒരു വിശ്വാസം, നമുക്ക് പകുതി ഒരു 50% വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മളെ കയ്യിലുള്ള പൈസയ്ക്കുള്ള എന്താണോ ആവശ്യമുള്ളത് വാങ്ങിച്ച് ആ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 100% നമുക്കൊരു വിശ്വാസം വരും. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും ഇത് കേൾക്കുന്ന എല്ലാരും നമ്മളെ കൂടെ 10 പേർക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് 8 പേര് റിജക്റ്റ് അടിച്ചാലും 2 പേര്, ആ 2 പേര് മതി നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ.
അതുകൊണ്ട് നിങ്ങൾ ആരും ഒരാള് പറയുന്ന നെഗറ്റീവ് കേട്ടുകൊണ്ട് മനസ്സ് തളരാതെ എന്ത് പ്രതിസന്ധി വന്ന ഒരുപാട് പ്രതിസന്ധി വരും. നമ്മളിപ്പോ ഒരു നിലവറയ്ക്കകത്തിരിക്കുന്ന നിധി എടുക്കാൻ പോകുമ്പോ എങ്ങനെയാണ് അവിടെ എന്തെല്ലാം തടസ്സങ്ങൾ കാണും. ഇത് വെസ്റ്റീജ് എന്ന് പറയുന്നത് ഒരു നിലവറയും അതിന്റെ അകത്ത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു നിധികുംഭം തന്നെ ഇരിപ്പുണ്ടെന്നുള്ള ആ ചിന്തയില് ആ തടസ്സങ്ങളെല്ലാം നിങ്ങൾ ആ പ്രതിസന്ധികളെല്ലാം വകഞ്ഞു മാറ്റി നമ്മളെ സാറ് തരുന്ന ക്ലാസ്സുകൾ ജോലിയുള്ളവരാണെങ്കിൽ ആ ഫ്രീ ടൈം ഉപയോഗിച്ചും അതെങ്ങനെയെങ്കിലും ആ ക്ലാസ് കേട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ കമ്പനിയുടെ തന്നെ നട്ടലായിട്ടുള്ള നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഉപയോഗിച്ച് കിട്ടുന്ന സാറ് പറയുന്നത് പോലെ ഷോപ്പ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ആ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഉടനെ ഒരു ചാക്ക് സാധനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതല്ലെങ്കിൽ വിൽക്കാൻ കൊണ്ടു നടക്കാനോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന, എനിക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സോഷ്യലുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയല്ല. പുറമെ ഇത്തിരി ഒരു ഇതുള്ള ആളാണ്. വീട്ടിന്റെ അകത്തിരുന്ന് നമ്മളെല്ലാം പറയും, പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും കയറി സംസാരിക്കാനുള്ള അത്ര ഒരു ഇതൊന്നും എനിക്കില്ല. അല്ലാതെ നമ്മൾ സംസാരിക്കും. പക്ഷെ സാറിന്റെ ഒരു ഒറ്റ വാക്കാണ്, നിങ്ങൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ നടക്കണ്ട, പിന്നെ നിങ്ങൾ വീടാന്തോറും കയറി ഇറങ്ങി ഇത് കൊണ്ട് നടക്കണ്ടെന്നൊക്കെ ഉള്ള ആ ഒരു. അപ്പൊ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയപ്പോ ഫോണ് ഞാൻ നോക്കുമ്പോ വീട്ടിലെ ജോലി ഒതുക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തേണ്. പക്ഷെ സാറ് തന്ന ഓരോ ക്ലാസ്സിലും എന്റെ വിശ്വാസം കൂടി 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 ബന്ധുക്കളുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും പറയരുതെന്ന് പറയുന്നത് സത്യമാണ്. അവരൊക്കെയാണ് കട്ട നെഗറ്റീവ് അടിക്കുന്നത്. ഇത്രയും കോടി ജനങ്ങളുള്ളിടത്ത് നമ്മൾ പുറത്തുനിന്ന് തന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മളെ ബിസിനസിന്റെ ഇത് നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് ഷെയർ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ബിസിനസ്സിൽ വരുന്ന ആരും നിരാശപ്പെട്ടു പോവേണ്ടി വരത്തില്ല. എല്ലാവരും ക്ഷമയോട് സമയം കണ്ടെത്തി ഇത് ഈ ബിസിനസ്സിനെ മനസ്സിലാക്കി പ്രോഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ നിന്നാൽ ഇതിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഇതുവരെയുള്ള 8 മാസത്തെ അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടി ഏത് പാതിരാത്രി, അതായത് 1 മണി ടൈം വരെ, നാട്ടിലെ 1 മണി ടൈം വരെ ഒരു ഡൗട്ട് ചോദിച്ചാൽ പോലും നമ്മളൊന്ന് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നമുക്കൊരു രക്ഷകർത്താവ് തന്നെ ഇതിന്റെ അകത്തുണ്ട്, നമ്മളെ ഷാജി സാറ്. അപ്പൊ ഷാജി സാറ് പറയും നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചോ. പക്ഷെ ഇതില് പുതിയതായിട്ട് വന്ന വ്യക്തികളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളെ ആരാണോ ഈ ലിങ്ക് തന്ന് ഇത് കണക്ട് ആക്കിയത് നമുക്ക് ആവശ്യമുണ്ട്, നമ്മളെ രക്ഷയ്ക്കാണ്. അല്ലാതെ അവര് ലിങ്ക് തന്നെന്ന് പറഞ്ഞ് അവർക്ക് നമ്മളെ കൊണ്ട് ഉപയോഗം കണ്ടെത്തി രക്ഷപ്പെടാനുള്ളതല്ല. ഈ വന്നവരെ സപ്പോർട്ട് ചെയ്താലേ അവർക്കൊരു രക്ഷയുള്ളൂ. അപ്പൊ നമ്മളെ കഴിവതും അവരെ കൊണ്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യിപ്പിക്കാതെ നമ്മളെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മളെ ഈ അപ്ലൈനുമായിട്ട് ഒരു ദിവസം ഒരു മെസ്സേജ് കൊണ്ടെങ്കിലും കണക്ട് ചെയ്ത് നമ്മളെ സംശയങ്ങളും ഒക്കെ ആയിട്ട് പൊരുതി പോണം. ഈ 8 മാസം കൊണ്ട് എന്റെ അപ്ലൈനായിട്ടുള്ള ശ്രീജ മേഡത്തിനെ കൊണ്ട് ഇങ്ങോട്ട് ഒരു കോണ്ടാക്ട് ചെയ്യിക്കാനുള്ള ഒരു അവസരം ഞാൻ ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. ശ്രീജ മേഡത്തിനെ ഞാൻ അങ്ങോട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ശ്രീജ മേഡത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ പേരിൽ സാറിനെ കുറച്ചേ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൂ. അപ്പൊ സാറ് വിചാരിക്കും ഞാൻ എന്തോ ഒഴിഞ്ഞു നിൽക്കുന്നെന്നുള്ളത്. അതൊന്നും അല്ല. ശ്രീജ മേഡമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം കയറിയ സമയത്ത് എനിക്കൊരു 100 PV എന്ന് പറയുന്ന, എനിക്കതൊരു നമ്മള് എവറസ്റ്റ് കീഴടക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ എന്റെ സാഹചര്യത്തിൽ ഞാൻ ID ഒക്കെ ഓപ്പൺ ആയിട്ട് സാധനം വാങ്ങിച്ചപ്പോൾ ഒരു 27 PV പർച്ചേസ് ആണ് ഞാൻ ചെയ്തത്. അപ്പൊ ഞാനൊരു 100 വട്ടമെങ്കിലും ആപ്പ് ഓപ്പൺ ആക്കി നോക്കും, ഇത് എന്ന് 100 ആവും, ഇതെന്തെങ്കിലും 100 ആവോ, അല്ലെങ്കിൽ ഞാൻ എന്ന് 8 ആവും, അല്ലെങ്കിൽ ഞാൻ 12 ആവും. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഞാൻ ഇന്ന് 8 മാസം കൊണ്ട് എന്റെ അപ്ലൈൻ പറഞ്ഞത് മാത്രം അനുസരിച്ചും ഇതിന്റെ അകത്തുള്ള വിശ്വാസം കൊണ്ടും ഇപ്പൊ ഈ ബ്രോൺസ് ആദ്യത്തെ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഷായ് സാറിന്റെ അടുത്തും ശ്രീജ മേഡത്തിന്റെ അടുത്തും തീരാത്ത നന്ദിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇതാരും കളഞ്ഞിട്ട് പോകരുത്. എന്ത് പ്രതിസന്ധികളും ഇത് വന്നാലും നിങ്ങളിത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോ എന്റെ സിസ്റ്റർ റിജക്ട് ചെയ്തെങ്കിലും എന്നെ എല്ലാ സപ്പോർട്ടും ചെയ്ത് എന്നെ ഇതുവരെ എന്നെ കൊണ്ടെത്തിക്കാൻ നിന്ന നമ്മളെ ഫാമിലിയിലെ സപ്പോർട്ടാണ് വേണ്ടത്. എന്റെ ഇക്കാണ് എന്നെ ഇതുവരെ എല്ലാത്തിനും സാധനം വാങ്ങാൻ കൊണ്ടുപോകണം, ആർക്കെങ്കിലും വല്ലതും വേണമെങ്കിൽ അവർക്ക് അത്യാവശ്യത്തിന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് അവര് എന്നെ ബില്ലടിച്ചത് കൊണ്ട് കൊടുക്കാൻ പോകണം, ഒരു മടിയും കൂടാതെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരാളിന്റെ പിന്തുണയും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് നമ്മളെ സാറ് പറയുന്നത് അത് മനസ്സിലാക്കി മുമ്പോട്ട് തന്നെ പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ല വിജയങ്ങളും ഓരോ പിന്നും അച്ചീവ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
പിന്നെ ഇത്രയും എന്നെ കേട്ടോണ്ടിരുന്നവർ എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കോ ഇതോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേടാൻ പെട്ടെന്ന് സാധിക്കട്ടെ. താങ്ക് യു ജാസ്മി മാം, താങ്ക് യു സോ മച്ച്. നിങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ടും കൂടെ മാറിപ്പോയില്ലേ, അത് പറഞ്ഞതിന് ഒരു സോറി ചോദിക്കുകയാണ്, എനിക്ക് ആള് മാറിപ്പോയതാണ്. എനിവേ, ഇത്രയും നേരം സംസാരിച്ചു, ഒരുപാട് എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിൽ കൂടുതലും സ്വന്തമായിട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ എക്സ്പീരിയൻസും വളരെ ജെനുവിൻ ആയിട്ടുള്ള വാക്കുകളിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മാമിന് സാധിച്ചു. താങ്ക് യു സോ മച്ച്. ഇനിയും വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഇപ്പോ ഈ രണ്ട് വ്യക്തികളും നമ്മളോടൊപ്പം സംസാരിച്ച രണ്ട് ലീഡേഴ്സും സംസാരിച്ചതിൽ കോമൺ ആയിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി, വെസ്റ്റീജ് കമ്പനിയുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അല്ലെ. അപ്പോ ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മളെ എല്ലാവരെയും ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിർത്തുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രോഡക്ട്സ്, നമ്മളുടെ വെസ്റ്റീജിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അനുശ്രീ മാമിനെയാണ്. മാം വളരെ കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു ബിസിനസ് വളരെ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ താൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി, അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായി ഞാൻ അനുശ്രീ മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. മാം പ്ലീസ് വെൽക്കം. അനുശ്രീന്റെ നെറ്റ് കട്ടായിരുന്നു എന്ന് അടുത്താളെ വിളിക്കും. ഓക്കെ. അപ്പോ അനുശ്രീ മാമിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മാം വരുവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സെഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവേഴ്സ് മീറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി, ഈ മുമ്പ് സംസാരിച്ച രണ്ട് ലീഡേഴ്സും, അത് നസീറ മാമും ജാസ്മി മാമും സംസാരിച്ചിരുന്ന സമയത്ത് നമ്മളെക്കാൾ ഉപരി സന്തോഷിച്ച രണ്ട് വ്യക്തികളെ ഇവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഒന്ന് ഓഫ് കോഴ്സ് നമ്മളുടെ ഷാജിദ് മിത്തൽ സാറാണ്. പിന്നെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ശ്രീജ ശ്രീധരൻ എന്ന പേരിൽ ഇവിടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രീജ മാം ആണ്. കാരണം ഈ രണ്ട് വ്യക്തികളെയും ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത് അവരെ അത്രയധികം സപ്പോർട്ട് ചെയ്ത് അവരെ ഒരു പിൻ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മാമിനെ. മാം ആലപ്പുഴ സ്വദേശിയാണ്, പക്ഷെ ഇപ്പോൾ ഫാമിലിയോടൊപ്പം ദുബായിൽ റാസൽ ഗൈമയിൽ സെറ്റിൽഡ് ആണ്. നമ്മളുടെ ഈ ഒരു ബിസിനസ് ലെവലിൽ സെക്കൻഡ് പിൻ ലെവൽ ആയിട്ടുള്ള, അതായത് രണ്ട് ഫാമിലീസിലേക്ക് ഒരു ഫാമിലിക്ക് കൂടെ ഒരു ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കുകയും അതുപോലെ തന്നെ അവരിലേക്ക് ഒരു വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് സെക്കൻഡ് പിൻ ലെവൽ ആയിട്ടുള്ള സിൽവർ ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ശ്രീജ മാമിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തു വളരെ സ്നേഹത്തോടെ. ശ്രീജ മാം പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത മാഡം, വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാ, കാരണം എൻ്റെ ടീമിലെ തന്നെ രണ്ട് ലീഡർമാർ ആദ്യമായിട്ടാ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് തന്നെ. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. എന്നെക്കാൾ നല്ല ഒരു എന്തോ പറയാൻ എനിക്കറിയില്ല എന്താ പറയേണ്ടത് പറഞ്ഞാൽ, അത്രയ്ക്ക് നല്ല സ്പീച്ചാണ് രണ്ടാളിലെ. എനിക്ക് അത് തന്നെ കേട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രണ്ടാളും എന്നോട് പറഞ്ഞു, മാഡം എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ഇതുപോലൊന്നും സ്പീച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എന്താ ആ സമയത്ത് മനസ്സിൽ വരുന്നത് അത് പറഞ്ഞാൽ മതിയെന്ന്. അപ്പം അങ്ങനെ രണ്ടാളും വളരെ നല്ലതായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പം നസീരയ്ക്കും ജാസ്മിക്ക് വളരെ നന്ദി. ഓക്കെ, അപ്പം എന്നെ പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ശ്രീജ, നാട് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയാ. ഞാനിപ്പം റാസൽ കൈമ UAE ഉള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു വളർന്ന നോർത്ത് ഇന്ത്യയിലാണ്. അത് കാരണം എൻ്റെ മലയാളത്തിൽ കുറച്ച് അത്രയും ഫ്ലുവൻസി വരത്തില്ല, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും നമ്മൾ തട്ടിമുട്ടി പറയാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ബിസിനസ്സായിട്ട് കണക്ട് ആയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു.
അപ്പം ഈ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് നല്ലൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരാൾക്ക് നല്ലൊരു വരുമാനം, ബ്രോൺസ് ഡയറക്ടറായി ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ പപ്പയെ ഫാസ്റ്റായിട്ട് 8% ആക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജാസ്മി പറഞ്ഞ എൻ്റെ ഡൗൺലൈൻ ബ്രോൺസ് ഡയറക്ടറായ ജാസ്മിയുടെ തന്നെ സിസ്റ്ററിന് 12% ആക്കാൻ സാധിച്ചു. അതും 2 മാസം കൂടെ. കഴിഞ്ഞ മുമ്പത്തെ മാസമായിരുന്നു നസീറ ജോയിൻ ചെയ്ത്. അപ്പോൾ അങ്ങനെ നസീറ ഫസ്റ്റ് മന്തിൽ തന്നെ ഫാസ്റ്റായിട്ട് 8% സെക്കൻഡ് മന്ത് തന്നെ 12% ആകാൻ സാധിച്ചു. ഞാൻ വളരെ ഹാപ്പിയാണ്. 1 വർഷം മുമ്പേ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 1 വർഷം ഒക്കെ വരെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു എനിക്ക് ടീം ആകാൻ വേണ്ടി. അന്നേരം എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ നമ്മുടെ അപ്ലൈൻ എൻ്റെ അപ്ലൈൻ ഷാജി മിത്തൽ സാർ, നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡ് സാറ് ഒരു സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാനൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ ഞാൻ 1 വർഷം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം ഞാൻ ടീം ബിൽഡ് ചെയ്യാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഞാൻ ആൾക്കാരെ ഒക്കെ കൊണ്ടുപോയായിരുന്നു, പക്ഷെ എനിക്ക് ടീം ആകുന്നില്ലായിരുന്നു. ആൾക്കാരെല്ലാം വരും, പ്ലാൻ കേൾക്കും, ഐഡിയ എടുക്കും, ജോയിൻ ചെയ്യും, പിന്നെ ആരും ആക്റ്റീവ് അല്ല. അങ്ങനെ മലയാളികളെ ഫസ്റ്റ് കണക്ട് ചെയ്തു. അങ്ങനെ അവർ ഐഡിയ എടുത്ത് ആക്റ്റീവ് ആകാഞ്ഞപ്പോൾ ഞാൻ വേറെ നാഷണാലിറ്റിയിലേക്ക് പോയി. അങ്ങനെ ഫിലിപ്പീൻസ്, ആഫ്രിക്കൻ ഒക്കെ ഇംഗ്ലീഷ് പ്ലാൻ കൊടുത്ത് അങ്ങനെ അവരെ ജോയിൻ ചെയ്യിപ്പിച്ചു. അവരും അങ്ങനെ അവസാനം അങ്ങനെ എൻ്റെ 1 ഇയർ അങ്ങനെ പോയി. ഒരു 10-60 ഐഡിയ എടുത്ത് അങ്ങനെ എനിക്ക് ടീം ഒന്നും സെറ്റായില്ല. കറക്റ്റ് 1 വർഷം 2025 ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസമായപ്പോൾ എനിക്ക് ടീം ആകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് നല്ല ടീം ആയപ്പോൾ ഞാൻ 90 ഡേയ്സ് മിഷനിലാണ് ഞാൻ ബ്രോൺസ് ആയത്. അങ്ങനെ പിന്നെ ഞാൻ കണ്ടിന്യൂ ആക്ഷൻ ചെയ്തു. ഇപ്പം ദൈവം സഹായിച്ച് എനിക്ക് നല്ല ലീഡേഴ്സിനെയൊക്കെ കിട്ടി. ജാസ്മി, നസീര, ആൻഡ്രയ പോലുള്ള പവർഫുൾ ലീഡേഴ്സിനെയൊക്കെ കിട്ടി. ഞാൻ വളരെ ഹാപ്പിയാണ്. അവരെന്നേക്കാൾ പവർഫുൾ ലീഡറായി മാറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സിൽവർ പിൻ ലെവൽ എനിക്ക് ഒരു പുതിയ വർഷത്തിൽ തന്നെ എനിക്ക് അച്ചീവ് ആകാൻ സാധിച്ചു. അതിന് ഞാൻ ഷാജി സാറിനോട് ഏറ്റവും കൂടുതൽ നന്ദി അറിയിപ്പിക്കുന്നത്. കാരണം സാറെ ഒരു സപ്പോർട്ട് കാരണം മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ വരെ എത്തിയത് തന്നെ. ഞാൻ ഡിസംബർ മാസത്തിൽ ഞാൻ നമ്മുടെ സിൽവർ ഡയറക്ടർ ആകാനുള്ള സൈഡ് വോളിയം ഒക്കെ സെറ്റാക്കി വെച്ചതാ. എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ആകുമെന്ന്. പക്ഷെ ജാസ്മിയുടെ കുറച്ച് PVയുടെ ഷോർട്ടേജ് കൂടെ ജാസ്മിക്ക് ബ്രോൺസ് ആകാൻ സാധിച്ചില്ല. പക്ഷെ ജാനുവരി ആയപ്പോൾ ഞാൻ ജാസ്മിയോട് പറഞ്ഞു ഈ മാസം ആയേ പറ്റത്തുള്ളൂ. അന്നേരം ജാസ്മി പറഞ്ഞു ഓക്കെ മാഡം, അവാർഡ് ഫംഗ്ഷൻ ആകുന്നതിന് മുമ്പേ ബ്രോൺസ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ജാസ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ജാനുവരി 15. അപ്പോൾ ജാസ്മിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ബ്രോൺസ് ആകണമെന്നൊക്കെ. അപ്പം കുറച്ച് PVയിലൊക്കെ ഷോർട്ടേജ് വന്നു. ആ സമയത്ത് ദൈവം കൂടെ നിന്ന് കാണത്തില്ല. അത് കാരണം അവാർഡ് ഫംഗ്ഷന് ജാസ്മിക്ക് ആ സമയത്ത് ആകാൻ സാധിച്ചില്ല ബ്രോൺസ്. അപ്പോൾ ഒരു ഫെബ്രുവരി 1 ആയപ്പം ജാസ്മിക്ക് ബ്രോൺസ് ആകാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ ജാനുവരി 31 ആയപ്പോഴത്തേന് എനിക്ക് വെസ്റ്റീജിൽ ജോയിൻ ചെയ്തിട്ട് 2 ഇയറായി. അപ്പോൾ ആ ജോയിൻ ചെയ്ത് 2 വർഷം തികഞ്ഞ ദിവസം തന്നെ എനിക്ക് സിൽവർ ആകാൻ സാധിച്ചു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഞാൻ ജോയിൻ ചെയ്ത് ആ സെയിം ഡേ ആ 2 വർഷം തികയുന്ന അന്ന് തന്നെ എനിക്ക് സിൽവർ ആകാൻ സാധിച്ചു. അപ്പം ഞാൻ വളരെ ഹാപ്പിയായി. ഇത്രയും ഇവിടെ വരെ എല്ലാം ഞാൻ എത്തിയത് തന്നെ ഷാജി സാറുടെ ഒരു സപ്പോർട്ടും എല്ലാം സിന്ധു മാഡത്തിൻ്റെ സപ്പോർട്ടും എല്ലാം കാണണം. അപ്പം എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ പുതിയ ആൾക്കാരോട്. ഇന്നിപ്പം ജോയിൻ ചെയ്തേക്കുന്ന ആൾക്കാരായാലും നിങ്ങൾ കണ്ടിന്യൂസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇതിനെക്കുറിച്ച് ആദ്യം പഠിക്കാൻ ഒരു സെൽഫ് കോൺഫിഡൻറ്റ് ബിൽഡ് ആക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് കയറും. അപ്പോൾ അത് കഴിഞ്ഞ് വേണം നമ്മൾ ടീമിലേക്ക് പോകാൻ. അപ്പം ഞാൻ ഈ വെസ്റ്റീജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് വേറെ ടീമിൽ വെസ്റ്റീജിൽ ജോയിൻ ചെയ്തായിരുന്നു. ഞാൻ വർക്കിംഗ് ആയിരുന്നു ഇവിടെ UAE. അപ്പോൾ ഹസ്ബൻഡ് വേറെ ഒരു നോർത്ത് ഇന്ത്യൻ ടീമിലായിരുന്നു ജോയിൻ ചെയ്തത്. നമ്മുടെ ടീമിലെല്ലാവരും മലയാളികളുടെ ടീമിലെല്ലാവരും. അപ്പോൾ അങ്ങനെ അവിടുത്തെ ടീം എല്ലാവരും വേറെ ബിസിനസ്സിലേക്ക് മണി ചെയിലിനകത്തൊക്കെ പോയി. അങ്ങനെ ആ ഒരു
സപ്പോർട്ടും കാര്യങ്ങളൊന്നും അവിടെ കിട്ടാത്ത കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെ റിസൈൻ ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ വെസ്റ്റീജ് ഷാജി സാറ് ടീമിൽ ഞാൻ ജോയിൻ ചെയ്ത്. അപ്പം ഞാൻ സിൽവർ ആയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ജോയിൻ ചെയ്ത് അപ്ലൈന് എൻ്റെ ഈ ഒരു പോസ്റ്റർ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഷോക്ക് അടിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, അതിന് ദുബായ് പ്രൊഡക്റ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പം എങ്ങനെ ഈ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിച്ച വൈഫിനെന്ന്. അപ്പം ഹസ്ബൻഡ് എന്നോട് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് ഇതുപോലെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ. അപ്പം ഹസ്ബൻഡ് ഇതുപോലെ പറഞ്ഞു, അതുപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫിന് അപ്ലൈൻ്റെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം ആ അപ്ലൈൻ്റെ ഒരു സപ്പോർട്ടും ഗൈഡൻസും എല്ലാം കെയറും കാരണം എൻ്റെ വൈഫ് ഇവിടെ വരെ എത്തിയെന്ന് തന്നെ. അപ്പം എല്ലാവരോടും എനിക്ക് ഇതേ ഉള്ളൂ പറയാൻ, എല്ലാവരും അവരോട് അപ്ലൈനെ മുറുക്കി കൈ മുറുക്കി പിടിച്ച് അവരെന്തോ വഴി കാണിച്ചു തരുന്നു, ആ ഒരു വഴി പോവാ. നമ്മുടെ റോഡ് മാപ്പാണ് നമ്മുടെ അപ്ലൈൻ. അവർ ചാടാൻ പറയുകയാണെങ്കിൽ ചാടണം. ഷാജി സാർ എന്നോട് ഏത് കാര്യം പറഞ്ഞാലും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ, ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കാറില്ല. സാറ് എന്നോട് അങ്ങനെ ഒന്നും നെഗറ്റീവ് ഇതുവരെ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല. ഞാൻ സാറിനോട് പറയാറുണ്ട്, സാറ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറ് ഞാൻ എന്തെങ്കിലും തെറ്റ് എൻ്റെ സൈഡിന് വല്ലതും ഉണ്ടെങ്കിൽ സാറിന് ധൈര്യമായിട്ട് 100% ആയിട്ട് എന്നോട് പറയാം, ശ്രീജ ഇത് ശരിയല്ല ചെയ്യുന്നത്. പക്ഷെ സാർ ഒരിക്കലും അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതി സാർ ഒരിക്കലും പറയാറില്ല. ഏത് സമയത്ത് എപ്പം ഏതൊരു കാര്യം ഉണ്ടെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ സാറിനോട് ചോദിക്കാതെ മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാറില്ല. ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാനാണെങ്കിലും ഞാൻ സാറിനോട് ചോദിക്കും, സാറേ ഇന്ന ആളിനെ ഏത് ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന്. അപ്പൊ അങ്ങനെ വരെ ഞാൻ ഓരോ കാര്യം സാറിനോട് ചോദിച്ചിട്ടേ മുമ്പോട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ എൻ്റെ ഡൗൺലൈൻ ഒക്കെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അവരോട് ഒരിക്കലും പറയത്തില്ല എനിക്ക് അറിയത്തില്ലെന്ന്. ഞാൻ ഉടനെ ഷാജി സാറിനോട് ചോദിക്കും, സാറേ ഇതെന്തോ അന്ന് ഇന്ന ആൾ ഇന്ന് ചോദിക്കുന്നെന്ന്. അപ്പം അങ്ങനെ സാറ് പറഞ്ഞു തരും. അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ. അപ്പം എല്ലാവരോടും എനിക്ക് ഇതേ ഉള്ളൂ പറയാൻ, എല്ലാവരും അവരോട് അപ്ലൈനായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റൊക്കെ മാക്സിമം യൂസ് ചെയ്യുക, അതിൻ്റെ കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റ് റിസൾട്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് നല്ല രീതി ടീം ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ എല്ലാവരോട്. സോ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരോട് എല്ലാവരും നന്ദി പറയുന്നു. Thank you all. Back to Shushita madam. ഷിതന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ എല്ലാ സുഷിതന്റെ? ഇല്ല സാറേ, കേൾക്കുന്നില്ല. ഓക്കെ, സുഷിതന്റെ നെറ്റ് പോയിരിക്കുകയാണ്. ഓക്കെ, വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ശ്രീജ മാഡം അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നു ഒരു മിനിറ്റ്. സോറി, എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. എനിവേ, ശ്രീജ മാം വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു തന്റെ എക്സ്പീരിയൻസ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്റെ മനസ്സിലുള്ള വാക്കുകൾ അല്ലെ, സ്വന്തം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള സന്തോഷം പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ഹയർ പിൻ ലെവൽസിലേക്ക് എത്രയും വേഗം മൂവ് ഓൺ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ശ്രീജ മാം. അനുശ്രീ മാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടോ സർ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടായിരുന്നു, പോയോ? അനുശ്രീ ഇത്രയും സമയം ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ട്.
ഓക്കെ, എനിവേ നമ്മളോട് ഞാൻ നേരത്തെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് മാം വെയിറ്റിംഗ് ആണ്. അപ്പോൾ മാമിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുശ്രീ മാം ഫ്രം കണ്ണൂർ. എന്നെ എല്ലാവർക്കും ആൾക്കാർക്കൊക്കെ എന്നെ അറിയായിരിക്കും, എന്നാലും പുതിയ ആൾക്കാരനെ അറിയണമെന്നില്ല. എൻ്റെ പേര് അനുശ്രീ. ഞാൻ ജോയിൻ ചെയ്യുന്ന കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോ 12% എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വെസ്റ്റീജിൽ വന്നിട്ട് പറയാനുള്ളത്, പ്രോഡക്റ്റ് എനിക്ക് തന്ന റിസൾട്ട് തന്നെയാണ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ദൈവം കൊണ്ടുതന്നൊരു അവസരം ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി. ഒരുപാട് പണം ഇപ്പം പലരും പല ബിസിനസ്സും ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ബിസിനസ് ചിലവർക്ക് വിജയിച്ചിട്ടുണ്ടാവും, ചിലവർക്ക് ഫെയിൽ ആയിട്ടും ഉണ്ടാവും. പക്ഷെ ഈ ഒരു വെസ്റ്റേജ് ബിസിനസ് നമുക്ക് ഒരു പണവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു ലൈഫിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്ന അവസരം തന്നെയാണ് ദൈവം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ അത് മാത്രല്ല, പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഞാൻ ആദ്യം ഈ ഒരു വെസ്റ്റേജ് ജോയിൻ ചെയ്തത് 10 മാസം മുന്നേ ആണ്. 10 മാസമായി. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായില്ല. ആദ്യം ഞാൻ കുറച്ച് ബിസിനസ് കണ്ടിന്യൂ ആയി ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഷാജി സാർ പറഞ്ഞു മീറ്റിംഗ് പരമാവധി എല്ലാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ഓരോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പൊ എനിക്ക് ഒരാളെ എക്സ്പീരിയൻസും പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അവരുടെ റിസൾട്ട് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യണമെന്നില്ല ആ ഒരു ധാരണ വന്നു. അങ്ങനെ ഞാൻ ഒരു സോപ്പ് വാങ്ങി, പിന്നെ അതുപോലെ പേസ്റ്റ്, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തു. പിന്നെ അതിലൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടി. പിന്നെ എന്താ പറയാ, സപ്ലിമെന്റ് പതിയെ ഞാൻ സപ്ലിമെന്റിലേക്ക് പോയി തുടങ്ങി. സപ്ലിമെന്റ് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട്, നമ്മുടെ ഈ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു വിധ റിസൾട്ടും ഉണ്ടാവില്ല അല്ലെ. എന്നാലും ഒരു പനിയൊക്കെ മാറിയാലും, ഇപ്പം പാരസെറ്റമോൾ ഉപയോഗിച്ച് പനി മാറിയാലും നമുക്ക് ആ ഒരു പനി വീണ്ടും പിറ്റത്തെ ആഴ്ച കൊണ്ടേയിരിക്കും. എനിക്ക് ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഈ ഒരു വെസ്റ്റീജിൽ വരുന്നതിന് മുന്നേ എനിക്ക് ഓരോ ആഴ്ച വിട്ട് പനിയും അതുപോലെ തന്നെ മൈഗ്രെയിന്റെ പ്രശ്നം, പിന്നെ ബാലൻസിന്റെ പ്രശ്നം, എവിടെയെങ്കിലും ഒന്ന് നിന്നാലോ അല്ലെങ്കിൽ ഒരു ക്യൂ നിന്നാലോ ഒക്കെ എനിക്ക് കുറെ സമയം നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥ ഉണ്ടായിന്. അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ ഷാജി സാർ പറഞ്ഞ പോലെ വെസ്റ്റീജിന്റെ സപ്ലിമെന്റ് വാങ്ങി യൂസ് ചെയ്തു. അപ്പോ കുറെ ഒന്നല്ല, കുറച്ച് സപ്ലിമെന്റ് വാങ്ങി യൂസ് ചെയ്തു. അതിലെനിക്ക് നല്ലൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യം തന്നെ റിസൾട്ട് കിട്ടിയ തുളസി ഡ്രോപ്സ് ആണ്. അത് ഏതൊരു അസുഖത്തിനും, ഇനിയിപ്പം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പീരീഡ്സ് ടൈമിലെ വേദന ആയാലും, അല്ലെങ്കിൽ ഒരു പനിയോ ജലദോഷമോ തലവേദനയോ അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നാൽ പോലും നമുക്ക് ആ ഒരു തുളസി ഡ്രോപ്സ് വെറ്റിച്ച ആ ഒരു വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങളും പോകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഞാൻ 10 മാസം മുന്നേ അധികം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ ചെലവ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും പഴയ ആൾക്കാരോട്, ഏറ്റവും കൂടുതൽ ചെലവ് ഹോസ്പിറ്റൽ ചെലവ് തന്നെയാണ്. അപ്പോ നമ്മൾ അധികവും ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്നാല് ഹോസ്പിറ്റലിന്റെ ആ സൈഡിൽ തന്നെ വാടകയ്ക്ക് വീടെടുത്ത് നിന്നാ പോലെ, എന്തിനാ വണ്ടി ചെലവും അങ്ങനെ വൈഫിനെ കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോ, അതുപോലെ എന്റെ മോനെയും കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിന് അത് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു വഴി, എന്റെ ഒരു കണ്ണീരിൻ ദൈവം കണ്ടിട്ടുണ്ടാവും എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ ഹസ്ബൻഡിനെ സഹായിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഓരോ ഓൺലൈനിലും ജോബ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ഒരു ഓൺലൈൻ ജോബ് നോക്കിയപ്പോഴാണ് ഞാൻ എത്തിപ്പെട്ടത് ഫോറെവറിൽ. അതെന്റെ ഒരു പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴിയാണ് ഞാൻ ആ ഒരു ഫോറെവറിൽ എത്തിപ്പെട്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവള് പറഞ്ഞു ഇതിലൊരു ടാസ്ക് വരുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 30,000 രൂപക്ക് ബൾക്ക് പർച്ചേസിങ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല, 30,000 രൂപയൊന്നും എനിക്ക് ആവില്ല, ഞാനിത് സ്കിപ്പ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ വിഷമമുണ്ടായി. കാരണം അവള് ആ ഒരു ബിസിനസ് ചെയ്ത് വിജയിച്ച് നല്ല നിലയിൽ എത്തുമ്പോ ഞാന് ഒന്നും അല്ലാത്തൊരു നിലയിലായിരിക്കില്ല എന്നില്ല ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ഉച്ച സമയം ഒരു 12:30 ആ ഒരു ടൈമിൽ എനിക്ക് വെസ്റ്റേജിന്റെ ഈ ഒരു ലിങ്ക് വരുന്നത്. അപ്പോ നമ്മള്
എല്ലായ്പ്പോഴും ഇപ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും. ഇപ്പൊ ഓൺലൈൻ ജോബ് അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റിന്റെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് പല പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ആ ഒരു ലിങ്ക് ഓപ്പൺ ആക്കി പിന്നെ അവരോട് സംസാരിച്ചു. അന്നേരം എൻ്റെ അപ്ലൈ അശ്വിനി മാഡാണ്. അശ്വിനി മാഡം പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു വെസ്റ്റീജ് ഓൺലൈൻ ഷോപ്പാണെന്നൊക്കെ പറഞ്ഞു. ഷാജി സാർ സംസാരിച്ചപ്പോ എന്റെ നാട്ടുകാരനാണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് കൂടുതൽ ധൈര്യം വന്നു. കാരണം എന്റെ നാട്ടുകാരനാണല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സാർ ഉണ്ടാവുന്നില്ല ആ ഒരു ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് സാർ. അങ്ങനെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് പിന്നെ രാത്രി ആകുമ്പോ ഹസ്സിനോട് പറഞ്ഞു. അപ്പൊ ആൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഓൺലൈൻ ജോബ് നോക്കി ഫെയിലായി. ഒരുപാട് പൈസ എനിക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് ചെലവാക്കിയിട്ടുണ്ട്. ആ ഒരു പേടി കൊണ്ട് പക്ഷെ സപ്പോർട്ട് എല്ലാം നല്ല സപ്പോർട്ട്, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ആ ഒരു ജോബ് ചെയ്യാന്നില്ല ആ ഒരു ഇതിലേക്ക് ഹസ്ബൻഡ് വന്നു. എന്നോട് പറഞ്ഞു നീ ചെയ്തോ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വിജയിക്കുന്നില്ല ആ ഒരു ഉറപ്പുണ്ട്, നീ ചെയ്തോ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഒരു വെസ്റ്റീജ് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോ എനിക്ക് ആദ്യമൊന്നും ടീം എന്താ പറയാ സെറ്റാക്കാൻ സാധിച്ചില്ല. കാരണം നമ്മളിപ്പോ ആദ്യം ഫസ്റ്റ് തൊട്ടേ ഒരു ടീം സെറ്റാക്കാൻ തന്നെ പലർക്കും കുറച്ച് റിസ്ക് ആയിരിക്കും. എന്നിരുന്നാലും ഞാൻ ആദ്യം പ്രോഡക്റ്റ് യൂസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഓരോ പ്രോഡക്റ്റും യൂസ് ചെയ്തു, സപ്ലിമെന്റ് യൂസ് ചെയ്തപ്പോ എനിക്ക് എല്ലാത്തിനും നല്ല റിസൾട്ട് കിട്ടി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വെസ്റ്റീജിൽ വന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് എനിക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടിയ വരുമാനം ഒന്നുമല്ല. ഇനി വരുമാനം എത്ര എന്നാലും അതൊരു 10 പൈസയായാലും നമുക്ക് ഒരു എന്തെങ്കിലും ചായക്ക് ഇല്ല ആ ഒരു അതൊന്നും വരുമാനം ആയി. അതൊന്നുമല്ല എന്നെ അത്രയും എനിക്ക് അനുഗ്രഹമായിട്ട് വന്നത്. ഈ ഒരു 10 മാസമായിട്ടും ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ പോയി കളിയാക്കിയവരുടെ മുന്നിൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റി ഈ 10 മാസമായിട്ടും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാനിപ്പോ എന്റെ നാട്ടിലുള്ള ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോകുമ്പോൾ ഞാൻ എന്റെ ഏട്ടനോട് പറയും, ഏട്ടാ ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കാല് വെച്ചിട്ട് ഞാൻ 10 മാസമായില്ലേ എന്ന് പറയും. അപ്പൊ ഏട്ടൻ പറയും അത് നിന്റെ വെസ്റ്റീജിന്റെ പിന്നെ ഒരു പവർ കൊണ്ട് തന്നെയല്ലേ. ഞാൻ പറഞ്ഞു തീർച്ചയായും എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് വെസ്റ്റീജിന്ന്. അപ്പൊ അങ്ങനെ ഓരോ സപ്ലിമെന്റ് ഞാൻ തന്നെ ആദ്യം യൂസ് ചെയ്തത്. ഇപ്പം പലർക്കും ഇനിയിപ്പോ ഫാമിലിയിലായാലും ഒരു പേടി ഉണ്ടാവും, എന്തും ഇനി ഇംഗ്ലീഷ് വരുന്ന ആണോ ഇതെല്ലാം ഇല്ലാന്ന്. ഇപ്പൊ പലർക്കും ഈ സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ പലർക്കും പലരുടെ മനസ്സിലും ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ കാണാം ഇതിന് മരുന്നുണ്ടോ അതിന് മരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലായാലും അവരും മരുന്ന് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തത് മരുന്നോ ഗുളികയോ ഒന്നും തന്നെ അല്ല, നമ്മുടെ ഫുഡിനോടൊപ്പം തന്നെ കഴിക്കേണ്ട ഫുഡ് സപ്ലിമെന്റ് എന്നാണ് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്റെ ഹസ്ബൻഡിന് യൂസ് ചെയ്തു. അതുപോലെ എന്റെ മോന് കൊടുത്തു. അവന് ഞാൻ കൊടുത്തത് വെച്ചാല് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ആണ്. അവന് പ്രതിരോധ ശേഷി കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയിറ്റ് നന്നായിട്ട് കുറവുണ്ടായിരുന്നു. ഫുഡ് തീരെ കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു 1.5 വയസ്സ് വരെ എന്റെ മോൻ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി. ആ ഒരു അതിന്റെ ഒരു എല്ലാ ഒരു ഇതും അവനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ടോണിക്കും അതുപോലെ മരുന്നൊക്കെ യൂസ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഒന്നിലും എനിക്ക് ഫലം കണ്ടില്ല. പിന്നെ പലരും കളിയാക്കാൻ തുടങ്ങി. കാരണം ഇപ്പം ഏതൊരു മക്കള് അങ്ങനെ മെലിഞ്ഞായാലും ആ അമ്മമാരായിരിക്കൂലെ ഏതൊരാളും, ഒരിപ്പം കുടുംബക്കാരായാലും അല്ലെങ്കിൽ നാട്ടുകാരായാലും വീട്ടുകാരായാലും കുറ്റപ്പെടുത്തല്. അതുപോലെ എന്നെയും കുറ്റപ്പെടുത്തി. പക്ഷെ എനിക്ക് എന്താ ചെയ്യുന്ന ഒരു വഴിയും ഉണ്ടായില്ല. അങ്ങനെ ഈ വെസ്റ്റിൽ വന്നപ്പോ ഞാൻ ഫസ്റ്റ് സാറിനോട് ഞാൻ പറഞ്ഞു, എന്റെ മോന്റെ അവസ്ഥ പറഞ്ഞു. അപ്പൊ ഷാജി സാറ് എനിക്ക് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് കൊടുത്തു നോക്ക് കുഞ്ഞിക്ക് പറഞ്ഞു. അതാകുമ്പോ മുട്ടായി രൂപത്തിലാണല്ലോ. അപ്പൊ പാരസെറ്റമോള് ഗുളിക അങ്ങനെ ഒന്നുമല്ല. ആ ഒരു ഇത് ഞാൻ അവന് കൊടുത്തു. ഒന്ന് കൊടുത്തപ്പോ തന്നെ അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡെയിലി അവൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു മാസം ഞാൻ ഈ ഒരു വെസ്റ്റിൽ വന്നിട്ട് 10 മാസമായി പറഞ്ഞല്ലോ, ആ ഒരു 3 മാസം ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു. അപ്പൊ അവന് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എന്താ പറയാ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ വെസ്റ്റീജ് എന്ന് പറയുന്നത്. അവനിപ്പോ ചോറ് കഴിക്കും, എല്ലാ ഫുഡും അവന് കഴിക്കും. ഫ്രൂട്ട്സ് ആയാലും പഴമായാലും എന്തായാലും അവൻ കഴിക്കും. അതിന് വളരെ ഹാപ്പി. എന്റെ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ വിശ്വാസം വന്നത് എന്റെ മോനിൽ തന്നെയാണ്. എന്നിൽ കണ്ടതോ അല്ലെങ്കിൽ വീട്ടിൽ കണ്ടതോ അല്ല, എന്റെ മോനിൽ കണ്ട ആ ഒരു വിശ്വാസമാണ് എന്റെ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പൊ പിന്നെ ഹസ്ബൻഡിന് യൂസ് ചെയ്തു. ഹസ്ബൻഡിന് നടുവേദനയുണ്ട്. അപ്പൊ ഡെക്കറേഷന്റെ പണിയായോണ്ട് കുറച്ച് റിസ്കിലെ പണിയല്ലേ. അങ്ങനെ ആയോണ്ട് ഞാൻ പിന്നെ ഓരോ സപ്ലിമെന്റ് ഹസ്ബൻഡിന് യൂസ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ ഹസ്ബൻഡിനും നല്ല മാറ്റമുണ്ട്. പിന്നെ പതിയെ എന്റെ ഒരു മാറ്റവും വീട്ടിലത്തെ മാറ്റവും ഒക്കെ കണ്ട് എന്റെ അച്ഛന് എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യണമെന്നില്ല ഒരു ഇത് വന്നു. അങ്ങനെ ഞാൻ എന്റെ അച്ഛനും കൊടുത്തു. അതിലും നല്ല എന്താ പറയാ, അച്ഛനും ഇപ്പൊ നടുവേനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
ആള് ആശാരിപ്പണിയാ, മരപ്പണിയാണ്. അപ്പൊ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആൾക്ക് അതൊന്നും ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ അച്ഛനും എന്റെ ബ്രദറും എന്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എനിക്ക് അത്രയും പറയാനുള്ളത്. എനിക്ക് ഈ ഒരു ഓർഗനൈസേഷൻ ഞാൻ എത്തിയെന്നില്ല, എനിക്ക് വളരെ അനുഗ്രഹം തന്നെയാണ്. ഇപ്പം വെസ്റ്റീജ് കമ്പനി എന്ന് പറഞ്ഞ ഇപ്പം രാജ്യങ്ങളിലും നമ്മുടെ ഈ കേരളത്തിനകത്ത് തന്നെ കുറേ ഓർഗനൈസേഷൻ ഉണ്ട്. എന്നാലും ഷാജി സാറിന്റെ ഈ ഒരു ഓർഗനൈസേഷൻ നമ്മളെല്ലാവരും എത്തിപ്പെട്ടത് എനിക്ക് അത്രയും ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം അത്രയും ഒരു ഹെൽപ്പ്, അത്രയും ഷാജി സാറിന്റെ ആ ഒരു ഭാഗത്ത് ഇനി ഏത് പാതിരാത്രി മെസ്സേജ് അയച്ചാലും നമുക്ക് അത്രയും തരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് പിന്നെ ആദ്യം തന്നെ എന്താ പറയാ, പ്രോഡക്റ്റ് നമ്മളിപ്പം പലരും വിചാരിക്കും ആദ്യം തന്നെ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാന്ന്. എനിക്ക് പറയാനുള്ളത് മാക്സിമം ബിസിനസ് എന്താണെന്ന് പഠിക്കുക. നമുക്ക് അത്രയും എന്താ പറയാ, നമുക്ക് ആ ബിസിനസ് എല്ലാവരും എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് നമുക്ക് ബോധ്യപ്പെട്ടു എന്നായാലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് താനേ നമ്മുടെ വെസ്റ്റിലേക്ക് വരാനും ആ ഒരു അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് 100% വിശ്വാസം വന്ന് നമ്മൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഡെയിലി പ്രോസ്പെക്ട് ചെയ്യുന്ന സമയം ഇപ്പൊ ഞാൻ ചെയ്യുന്ന സമയം ഒരുപാട് പേര് റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഭാഗ്യമില്ലാന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ ഇതിൽ വന്ന പുതിയ ആൾക്കാരായാലും പഴയ ആൾക്കാരായാലും നല്ല രീതിയിൽ വലിയൊരു വിജയത്തിൽ എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ നമ്മൾക്ക് ദൈവമായിട്ട് തന്നെ ഈ ഒരു അവസരമാണ്. അപ്പൊ ചിലവര് പെട്ടെന്ന് വിജയിക്കുന്നവരുണ്ട്, അവരെ ടീം നല്ല സപ്പോർട്ടിങ് ഒക്കെ കൊണ്ട് പെട്ടെന്ന് വിജയിക്കുന്നവരുണ്ട്. പക്ഷെ എന്താ പറയാ, കുറച്ച് റിസ്ക് എടുത്തായാലും വിജയിക്കുന്നില്ല ഒരു ഉറപ്പ് എനിക്കും ഉണ്ട്. എന്തെങ്കിലും ഒരു കാലം വിജയിക്കുന്നില്ല ഒരു ഉറപ്പ് എനിക്കും ഉണ്ട്. നമ്മൾ ഈ ഒരു ബിസിനസ് വിടാതിരുന്നാൽ ഉറപ്പായും നമ്മുടെ ആ ഒരു സ്വപ്നം നേടിയെടുക്കാനും എന്താ പറയാ, നമ്മുടെ ആ ഒരു സക്സസ് ലൈഫിലേക്ക് പോവാനും വേണ്ടി സാധിക്കും. ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഇന്ന് വന്ന വ്യക്തികളായാലും അല്ലെങ്കിൽ ഇന്നലെയും അതിന്റെ തലേന്നൊക്കെ ജോയിൻ ചെയ്തവരായാലും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഈ ഒരു വെസ്റ്റേജ് ബിസിനസ് നിങ്ങൾ കളയാൻ പാടില്ല എന്ന് ആണ്. കാരണം ദയവായിട്ട് നിങ്ങളിലേക്കും എന്നിലേക്കും എത്തിച്ച ഒരു അവസരം തന്നെയാണ്. ഇപ്പം നമ്മളൊക്കെ നമ്മളിൽ പലരും ഇപ്പം സാധാരണക്കാരായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പൈസ ഒന്നും കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ ഒന്നും തന്നെയില്ല. ഒരു ബിസിനസ് ചെയ്യണം തന്നെ ഇപ്പം ഷാജി സാർ പറഞ്ഞ കണക്ക് ഒരുപാട് പൈസ വേണ്ടി വരും. എന്നാൽ ഈ ഒരു വെസ്റ്റേജിൽ നമുക്ക് തുച്ഛമായ പൈസ കൊണ്ട് നമുക്ക് എന്താ പറയാ, പ്രോഡക്റ്റ് വാങ്ങിക്കാനും അതുപോലെ അതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവിച്ചറിയാനും വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ് എവിടെയും പോവാതെ, ഇനിയിപ്പോ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെ തന്നെ ഞാൻ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ഞാൻ വാങ്ങിക്കുന്നത്. അപ്പൊ എവിടെയും പോവാതെ എനിക്ക് അങ്ങനെ കസ്റ്റമറിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പറ്റുമായിരിക്കും എന്നാണ് ഒരു വിശ്വാസം. എന്നാലും എന്റെ വിശ്വാസത്തിൽ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ്. അപ്പോ ഇവിടെ വന്ന എല്ലാവർക്കും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽത്ത്. ഓക്കെ, താങ്ക് യു അനുശ്രീ മാം. നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിന്റെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് നമ്മളോട് ഷെയർ ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ആരോഗ്യത്തിലും സമ്പത്തിലും ഐശ്വര്യത്തിലും ഒക്കെ ഒരുപാട് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ. കാരണം ഈ ഒരു ബിസിനസ്സിൽ കൂടുതൽ മുഴങ്ങിക്കേട്ട വാക്കുകളാണ് പ്രോഡക്ട്സ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രൂപ്പും അത് തന്നെയാണ്, പ്രോഡക്റ്റിന്റെ ഗ്രൂപ്പാണ് അല്ലെ. അപ്പൊ കൂടുതൽ മാക്സിമം പ്രോഡക്ട്സ് യൂസ് ചെയ്ത പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി, അതിന്റെ എക്സൈറ്റ്മെന്റ് മനസ്സിൽ നിന്ന് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ് വിശ്വസിക്കുക. ഈ ഒരു ബിസിനസ്സിൽ നിന്നാൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്ലൈനെ വിശ്വസിക്കുക. പിന്നെ എല്ലാവരും ഇപ്പൊ പറഞ്ഞ എല്ലാ വ്യക്തികളും തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു ബിസിനസ്സാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആയിട്ടുണ്ടാവുക. കാരണം
നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് മേഖലകൾ, അതിലേക്ക് എല്ലാം ചവറ് പോലെ ആളുകൾ ഓടിക്കേറുന്ന, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ പ്രോസ്പെക്ടിങ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നമ്മൾക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ വെസ്റ്റേജിലേക്ക് വരുന്ന വ്യക്തികൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വളരെ കുറച്ച് നമ്പേഴ്സ് ആളുകൾ മാത്രമാണ് ഈ ഒരു വെസ്റ്റേജിലേക്ക് നമ്മൾ പ്രോസ്പെക്ടിങ് ചെയ്യുമ്പോൾ കണക്ട് ആവുന്നുണ്ടാവുന്നത്. അതായത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ള വ്യക്തി, അത്രയും അനുഗ്രഹമുള്ള വ്യക്തികൾ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആവുന്നുണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. പിന്നെ സമയത്തിന്റെ കുറവ് മൂലമാണ് ഈ ഒരു 3 ലീഡേഴ്സിനെയും അല്ലെങ്കിൽ ഈ ഒരു 4 ലീഡേഴ്സിനെയും ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാ ലീഡേഴ്സിനെയും ഇവിടെ വാർത്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ള ഒരു സൂത്രധാരൻ നമ്മളോടൊപ്പം സംസാരിക്കാൻ സമയക്കുറവ് മൂലം ഇന്ന് ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. കാരണം സെഷന്റെ സമയം കുറച്ച് നീണ്ടുപോയത് കൊണ്ടാണ്. അടുത്ത ഫാമിലി മീറ്റിൽ ഇവർക്ക് എല്ലാവർക്കും സംസാരിച്ചതിലെ ഉള്ള നമ്മൾക്കുള്ള മറുപടികളുമായിട്ട് സാർ വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മളെല്ലാം സാറിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് അടുത്ത ആഴ്ചയിലെ ഫാമിലി മീറ്റിലേക്ക് സാറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.